ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ UGC നെറ്റ് ഡിസംബർ സൈക്കിൾ പരീക്ഷകളെല്ലാം അവസാനിച്ചു. പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യം, റിസൾട്ട് എന്ന് വരും, പ്രൊവിഷണൽ ആൻസർ കീ നമുക്ക് എന്ന് ലഭിക്കും, ജൂൺ എക്സാമിനേഷൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ കോഴ്സുകൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. 50% ഓഫറോട് കൂടി നിങ്ങൾക്ക് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതായത് നമ്മളുടെ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. അതിൻ്റെ പകുതി മാത്രം നൽകിക്കൊണ്ട് നമ്മളുടെ ഒരു 100K ഓഫേഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 31 വരെ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഓൾറെഡി നമ്മുടെ ക്രാഷ് കോഴ്സുകൾക്ക് 2021 ഡിസംബർ സൈക്കിളിലേക്ക് ജനറൽ പേപ്പറിനും മറ്റു വിഷയങ്ങൾക്കും ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു. അതൊരു ചെറിയ കാലയളവായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തവർക്ക് അടുത്ത സൈക്കിളിലേക്ക് എത്രയാണോ ഇപ്പോഴുള്ള ഫീസ്, എത്രയാണോ നിങ്ങൾ അടച്ചിരിക്കുന്നത്, ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്ത് ബാക്കിയുള്ള ചെറിയൊരു എമൗണ്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ജൂൺ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത്തവണ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തവർക്ക് JRF നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച എമൗണ്ട് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് നെറ്റാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് JRF-നായിട്ട് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. നമ്മളുടെ ഈ ഓഫർ എല്ലാം തന്നെ ഡിസംബർ 31 അവസാനിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. NDAയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ 2ാമത്തെ പേജിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റിസൾട്ട് വരുന്ന ഡേറ്റ്. ജനുവരി 10 നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ NDA ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വിവരം ഒത്തിരി പേര് ചോദിക്കുന്നത്. ഇനി നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ എന്നാണ് ലഭിക്കുക? എന്തായാലും നമുക്ക് റിസൾട്ട് വരുന്നതിൻ്റെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസം മുമ്പെങ്കിലും നമുക്ക് എന്ത് ലഭിക്കും? ആൻസർ കീ ലഭിക്കും. അപ്പോൾ ഇന്ന് ഡിസംബർ 17 നമുക്കൊരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ലഭിക്കും. അതായത് ഈ മാസം ഒരു 27 തന്നെ നമുക്ക് നമ്മുടെ ആൻസർ കീ ലഭിക്കും. നമുക്കത് ചലഞ്ച് ചെയ്യാനായിട്ട് 2 ദിവസമാണ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ കീ 1-2 ദിവസത്തിനുള്ളിൽ വരും. കൃത്യമായിട്ട് NDA പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് തന്നെ റിസൾട്ടും വരും. NDA ആദ്യമേ പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻ ബുള്ളറ്റിലാണ് ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഡിസംബർ 6 നമ്മുടെ പരീക്ഷ തുടങ്ങിയത്. 22 വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 14 ആവുമ്പോഴേക്കും നമ്മുടെ പരീക്ഷകളെല്ലാം തന്നെ NDA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തവണ നടന്ന പരീക്ഷകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് NDA നടത്തിയിരിക്കുന്നത്. അത് പരീക്ഷാ ഹാളിലായാലും പരീക്ഷാ സെന്ററിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കൃത്യതയോട് കൂടിയിട്ട് തന്നെയാണ് NDA ആദ്യമേ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. നമുക്ക് പാലക്കാടൊക്കെ സെന്റർ കൊടുത്തവർക്കാണ് കോയമ്പത്തൂരൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് സുൽത്താൻ ബത്തേരിയൊക്കെ സെന്റർ കൊടുത്തവർക്ക് മൈസൂർ ആ ഭാഗത്തൊക്കെ സെന്റർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ നമ്മൾ പരീക്ഷക്കായിട്ട് സെന്ററുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആൻസർ കീ ഈ മാസം 27 തന്നെ ലഭിക്കും. നമ്മുടെ റിസൾട്ട് വരുന്നത് ജനുവരി 10 ആയിരിക്കും. ഇനി നമ്മളുടെ സർട്ടിഫിക്കറ്റ് എന്ന് ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ റിസൾട്ട് വന്ന് ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. ഇവിടെ ലേറ്റ് ആവുന്നത് NFOBC അതുപോലെ തന്നെ NFSC സ്കോളർഷിപ്പുകളാണ്. അതിൻ്റെ കാര്യത്തിൽ അതത് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. കഴിഞ്ഞ തവണ 2023 ജൂൺ സൈക്കിളിൽ നമ്മുടെ ഡിസംബർ സൈക്കിൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചതിന് ശേഷമാണ് അത് രണ്ടും വന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ജനുവരി 10 നമ്മുടെ റിസൾട്ട് വരും. ഡിസംബർ 27 മുമ്പേ തന്നെ നമ്മുടെ ആൻസർ കീ ലഭിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത കാര്യം, നമ്മുടെ ജൂൺ എക്സാമിനേഷൻ എപ്പോഴാണ്, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ എന്നുള്ളതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ NDA വളരെ മുമ്പേ തന്നെ ഏകദേശം
സെപ്റ്റംബർ 14 തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു പബ്ലിക് നോട്ടീസിൽ താഴെ ഭാഗത്ത് കൃത്യമായിട്ട് NDA പറയുന്നുണ്ട്, ജൂൺ 10 മുതൽ ജൂൺ 21 വരെ നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ്, ജൂൺ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 മുതൽ ജൂൺ 21 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷ ഇത്തവണ 2023 ഡിസംബറിൽ കഴിഞ്ഞ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജനറൽ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ മെയിൻ പേപ്പറുള്ളവർ വളരെ കൃത്യമായിട്ട് ജനറൽ പേപ്പറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഏതൊക്കെ സബ്ജക്റ്റിന് മെയിൻ പേപ്പറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ലൈവ് വരുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ യൂട്യൂബിലാണ് ലൈവ് വരുന്നത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. കൃത്യമായിട്ടുള്ള മറുപടി അതിൽ നമുക്ക് നൽകാവുന്നതാണ്. ഓരോരുത്തർക്കുള്ള ചോദ്യങ്ങൾ നമ്മളുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബ് കമന്റിലും ഒക്കെ തന്നെ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓരോരുത്തർ ഡൗട്ടുകൾ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഏത് രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യണം, മലയാളത്തിന്റെ സ്റ്റുഡൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കൊമേഴ്സിനുള്ളവർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഓരോരുത്തരെയും കൃത്യമായിട്ട് ചോദ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒത്തിരി മെസ്സേജുകളാണ് 1-2 ദിവസങ്ങളായിട്ട് വരുന്നത്. നമുക്ക് പല സ്ഥലത്തുനിന്നും പല രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മെസ്സേജ് അയക്കുന്നത്. ഇപ്പോൾ കോഴ്സിന്റെ കാര്യം നിങ്ങൾ മറക്കേണ്ടതില്ല. എല്ലാ കോഴ്സുകൾക്കും 50% ഓഫറോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കോഴ്സുകൾ നൽകി വരുന്നത്. ഓഫ്ലൈൻ ക്ലാസിന്റെ കാര്യത്തിൽ ഒത്തിരി പേര് ഫോം ഫില്ല് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിസൾട്ട് ജനുവരി 10 തന്നെ വരും. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ ഡിസംബർ 27 മുമ്പേ നമുക്ക് ലഭിക്കും. ഇനി സിലബസിന്റെ കാര്യം ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് നിങ്ങൾ 19 വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു തീയതിക്കുള്ളിൽ തന്നെ നമുക്കതിന്റെ അപ്ഡേറ്റ്, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നൽകാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ലൈവിന്റെ കാര്യം നിങ്ങൾ മറക്കേണ്ടതില്ല. ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.